സർ, ജയിലുകളിലെ തിരക്ക് പരിഹരിക്കുന്നതിനുള്ള പുതിയ ജയിലുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. നിലവിലുള്ള ജയിലുകളിൽ സുരക്ഷയ്ക്കായി അത്യാധുനിക സാങ്കേതികവിദ്യയിലുള്ള നിരീക്ഷണ സംവിധാനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും അത്യാവശ്യമാണ്. ജയിലുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമായി ജയിലുകളുടെ നവീകരണത്തിന് സുരക്ഷിതത്വത്തിനും തടവുകാരുടെ ക്ഷേമത്തിനുള്ള പരിപാടികൾ തുടരും. ജയിലുകളുടെ നവീകരണത്തിന് 47 കോടി രൂപയുടെ വിഹിതം വകയിരുത്തുന്നു. നഗരവികസനം. സർ, അതിവേഗം നഗരവൽക്കൃതമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2050 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 80% നഗരപ്രദേശങ്ങളിൽ താമസിക്കുമെന്നാണ് പ്രൊജക്റ്റഡ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ സവിശേഷതകൾ കണക്കിലെടുത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതും പൗരകേന്ദ്രീകൃതമായ സമഗ്ര വികസനത്തിന് നാം ഊന്നൽ നൽകുന്നത്. സർ, രാജ്യത്താദ്യമായി ഒരു അർബൻ പോളിസി കമ്മീഷനെ ഇടത് സർക്കാരാണ് 2023 നിയമിച്ചത്. കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിന് പ്രായോഗികമായ നിരവധി നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ നഗരങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പൗരസേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നഗരങ്ങളുടെ സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നഗരവൽക്കരണത്തിനുള്ള വേഗതയും വികസന ലക്ഷ്യങ്ങളും കണക്കെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, സാമൂഹ്യ ഉൾപ്പെടുത്തൽ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി നഗരവികസനത്തിനുള്ള വിഹിതം സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ 74.56 കോടി രൂപയുടെ വർധനയോടെ സംസ്ഥാന പദ്ധതി നഗരവികസനത്തിനുള്ള 1094.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിക്ക് 1497.26 കോടി രൂപ വകയിരുത്തുന്നു. സർ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 20 കോടി രൂപയുടെ വർധനയോടുകൂടി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശുചിത്വവും മാലിന്യ സംസ്കരണവും. സംസ്ഥാനത്ത് ആദ്യമായി 8 നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. സർ, മാതൃകാപരമായ പ്രകടനം ഉയർത്തിക്കാട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക വിഭാഗത്തിൽ മിനിസ്റ്റീരിയൽ അവാർഡ് ലഭിച്ചു. സർ, ഗ്രാമനഗര മേഖലകളിലെ വിവിധ ഖരമാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി മുൻ വർഷത്തേക്കാൾ 145.26 കോടി രൂപയുടെ വർധനയോടുകൂടി 537.48 കോടി രൂപ വരെ എത്തുന്നു. നഗരവികസന മേഖലയ്ക്ക് വിവിധ നിർവഹണ ഏജൻസികൾ വഴി മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 326.48 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശുചിത്വ കേരളത്തിനായി 20 കോടി രൂപയും സ്വച്ഛ് ഭാരത മിഷൻ പദ്ധതിക്കായി 25.26 കോടി രൂപയും വകയിരുത്തുന്നു.